ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ അടുത്ത പൂരത്തിൻ്റെ സമയമായല്ലോ, പിന്നെ എന്ത് എനിക്കത് അപ്ലോഡ് ചെയ്തേക്കണമെന്ന്. ഇരിക്കട്ടെ, എന്തായാലും ഡിലേ. പക്ഷേ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. വേറെ ഒന്നുമല്ല, ഞാൻ എന്താ ഒറ്റയ്ക്ക് പൂരം കാണാൻ പോയിക്കാണ്. അപ്പോൾ നമ്മുടെ കുടമാറ്റത്തിൻ്റെ ക്ലൈമാക്സ് സ്റ്റേജിലാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് നടന്നുള്ള അടിപൊളിയായിട്ട് പൂരവും പൂരപ്പറമ്പും മൊത്തം ചുറ്റി നടന്ന് കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ പൂരം കണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ജാമറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട, മൊത്തം അങ്ങോട്ട് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കുടകളൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ ഭാരതിലേക്ക്. ആസ് യൂഷ്വൽ തിരക്കിന് ഒരു കുറവുമില്ല. പക്ഷെ ദോശ നോക്കി കിട്ടിയില്ല. അവസാനം തൈരുവടയിൽ ഒപ്പിച്ചു. പിന്നെ ഞാൻ നേരെ ചേട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഉൾവിളി വരും, ഇതിനല്ലല്ലോ വന്നേക്കണേ, നടക്കാനല്ലേ. ഇപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി പൂരപ്പറമ്പിലേക്ക്, മൊത്തം കാഴ്ച കാണാനും ഒന്ന് വൈബടിക്കാനും ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പൂരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്ത് രസമായിട്ടല്ലേ പന്തലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കണേ. വീണ്ടും ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് നേരം കൂടെ നടന്നു. പിന്നെ വിചാരിച്ചു മൊത്തം റൗണ്ട് ഒന്ന് കറങ്ങാമെന്നു. ഇത്രയും ഫ്രീ ആയിട്ട് ജനത്തിരക്കുണ്ടെങ്കിൽ പോലും വണ്ടികളെ ചെല്ലില്ലാണ്ട് നടു റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്ന സമയമല്ലേ. ഈ കേട്ട പി ഉണ്ടല്ലോ, പക്ക ന്യൂസൻസ് ആയിരുന്നു. പറയണമെന്നൊന്നും തോന്നരുത്. അച്ഛാ അമ്മേ എന്നുള്ള ട്യൂണിലൊക്കെ ഒരു പി വിളിക്കുക, ഓപ്പോസിറ്റ് ഇങ്ങനെ വിളിക്കുക. പോലീസുകാരുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പിന്നെ എന്നാലും പൂരത്തിൻ്റെ ഒരു വൈബ് അത്രേ ഉള്ളൂ. നല്ല തലയെടുപ്പോട് തന്നെയാണ് നമ്മുടെ പാർമിക്കാവും നമ്മുടെ വടക്കുന്നാഥനും നിൽക്കുന്നതെങ്കിലും പൂരത്തിൻ്റെ അന്ന് കാണാൻ ഒരു പ്രത്യേക ചന്താട്ടോ. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം അങ്ങനെ നമ്മൾ നേരെ കടയുടെ മുകളിൽ കയറി നിൽക്കാൻ പോവുകയാണ്. കാരണം ഇനിയൊരു സ്ഥലം പിടിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയും സ്ഥലം കിട്ടില്ല. വെടിക്കെട്ടിൻ്റെ സമയം 3 മണിയാണെങ്കിലും നമുക്കറിയാതൊരു 4 മണിയാവുന്നു. ഞങ്ങളുടെ കൂടെ ബാൽക്കണിയിൽ കയറുക എല്ലാവർക്കും ഈ ഒരു കാളരാഗം കേട്ടിരിക്കാനായിരുന്നു യോഗം. ഒരു 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അന്താക്ഷരിക്കളിയായിരുന്നു ഞങ്ങളുടെ പരിപാടി. വെടി പൊട്ടി തുടങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ ആ ഒരു ഉഷാർ കിട്ടില്ല. അങ്ങനെ പുലർച്ചെ 4:30-5 മണി വരെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് നമ്മുടെ കിടിലൻ വെടിക്കെട്ട് കണ്ടു. അങ്ങനെ നമ്മൾ വെടിക്കെട്ട് കാണാൻ നിൽക്കുകയാണ്. ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ ഇത്ര നേരമായിട്ട് ഒരു പൊട്ടിച്ചിട്ടില്ല ഗൈസ്. യെസ്, വി ആർ വെയിറ്റിംഗ് ഫോർ പാർമിക്കാവ്. അപ്പം എന്തായാലും കഴിഞ്ഞ തവണ വെടിക്കെട്ടില്ലാത്തത് ദൂരീകരിച്ചുകൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിരുവമ്പാടിയുടെ കിടിലൻ വെടിക്കെട്ട് കേട്ടോ. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനേക്കാൾ എഫക്റ്റീവായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് ഹെവൻ, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ പാർമേക്കാവിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതുവരെ പൊട്ടിയിട്ടില്ല. ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെൽ, നമ്മൾ അവിടെ ചേട്ടൻ്റെ കടയുടെ മുകളിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കുക. വെടിക്കെട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കാണിക്കണില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ ഇൻസ്റ്റയിലായാലും അതേപോലെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. പിറ്റേ ദിവസത്തെ പകൽപൂരം കാണാനും ഉപചാരം ചൊല്ലൽ കാണാനും അതൊരു വികാരമാണല്ലേ. അടുത്ത കൊല്ലത്തെ പൂരത്തിന് കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഉപചാരം ചൊല്ലുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. പക്ഷെ പോണതിന് മുമ്പ് നമ്മൾ വിചാരിച്ചു നമ്മുടെ ഗംഗൻസിൽ പോയിട്ട് നല്ല കിടലൻ ഒരു നറുനീണ്ടി പാൽ സർബത്ത് കുടിക്കാമെന്ന്. അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. തട്ടിമുട്ടിയൊന്ന് പല്ലൊക്കെ തേച്ചെങ്കിലും കുളിക്കാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. പെർഫ്യൂം ഉള്ളത് കൊണ്ട് തൽക്കാലം പകൽപ്പൂരക്കാർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങളിതാ ഗംഗൻസിൽ നിന്ന് നല്ല കിടിലൻ മിൽക്ക് ഷേക്ക് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. നമ്മുടെ സ്വന്തം നറുനീണ്ടി പാൽ സർബത്ത് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കുടിച്ചോ കേട്ടോ. പിന്നെ ഇതാ ഒറിജിനലിനെ തോൽക്കുന്ന നല്ല ഡമ്മി കിടിലൻ ഒരു ആന ഉണ്ടായിരുന്നു. എന്തൊരു രസമാണെന്നറിയോ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ആനകൾക്ക് പകരം ഡമ്മി ആനകളായിരിക്കും പൂരത്തിനൊക്കെ വരാം അല്ലേ. അതും പറയാൻ പറ്റില്ല, അധികം വിദൂരതയിലില്ലാത്തൊരു കാര്യമാണത്. നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. തുമ്പിക്കൈ ആയാലും അതുപോലെ ചീറ്റുന്നതായാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപചാരം ചൊല്ലലൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഉഗ്രക്കലാശക്കൊട്ടും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വർഷത്തെ 2025 തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റാ, ബൈ.